പന്നി മാംസം അള്ളാഹു ഹറാമാക്കിയത് എന്തുകൊണ്ട് എന്ന ചില കാരണങ്ങളെല്ലാം പറയും. ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അതിന്റെ അപകടം നമ്മൾ പറഞ്ഞാൽ തന്നെ ആടിന്റെ മാംസത്തിനും പോത്തിന്റെ മാംസത്തിനും അതേ കുഴപ്പമുണ്ടെന്നും അതേ സയൻസ് പറയുമ്പോൾ നമുക്ക് പന്നി മാംസം ഹറാമാണെന്ന് പറഞ്ഞ അതേ തത്വപ്രകാരം പോത്തിന്റെ മാംസവും ആടിന്റെ മാംസവും ഹറാമാക്കേണ്ടി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ റമളാനിന്റെ ആദ്യ സുദിനം ലോകത്തെങ്ങുമുള്ള സത്യവിശ്വാസികളുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ആരാധനകൾ, പുണ്യങ്ങൾ, നന്മകൾ പല വിധത്തിലുമുണ്ട്. അവയുടെ എല്ലാം സമന്വയമാണ് പരിശുദ്ധ റമളാൻ. സക്കാത്തിലൂടെ, സദഖയിലൂടെ ചാരിറ്റി, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പള്ളികളിലെ എഅ്തികാഫിലൂടെ മെഡിറ്റേഷൻ, ഭജന, ഏകാഗ്രത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, ഖൽവത്ത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ചിലര് 10 ദിവസം, ചിലര് കഴിയുന്നത്ര ദിവസം പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ എഅ്തികാഫ് അത് പ്രയോജനപ്പെടുത്തണം, വളർത്തണം. പകലന്തിയോളം നോമ്പനുഷ്ഠിക്കുന്നു. അതാണ് മുഖ്യമായ അമല്. രാത്രികാലങ്ങളിൽ നമസ്കാരം വർദ്ധിപ്പിക്കുന്നു. തറാവീഹും വിത്റും തഹജ്ജുദും ഖിയാമുൽ ലൈലും പല പേരുകളിൽ. എല്ലാം മുഅ്മിനീങ്ങൾക്ക് വസന്താണ്. പരിശുദ്ധ റമളാനായാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥം പരലോകത്ത് മരണാനന്തരം നടക്കുന്ന സ്വർഗീയ വാതിലുകളല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വർഗീയത കൈവരുത്തുകയാണ്. അതിനാവശ്യമായ സ്വർഗീയ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇദാ ദഖല റമളാനു ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ എന്നാണ്. ഓരോ സത്യവിശ്വാസിയും അവന്റെ റമളാനിലേക്ക് അവൻ പ്രവേശിച്ചാൽ സ്വർഗീയ കവാടങ്ങൾ, ഒരു കവാടമല്ല, തുറക്കപ്പെടും എന്നല്ല, തുറക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. പരലോകത്ത് ആസ്വദിക്കാൻ പോകുന്ന സ്വർഗീയ കവാടങ്ങളെ പറ്റിയല്ല, ഇവിടെ തുറക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സ്വർഗീയതയാണ്. അതേതാണ്? ഇലാഹായ റബ്ബായ സർവാധിനാഥനായ അള്ളാഹുവിലേക്ക് ശരീരവും ബുദ്ധിയും ചിന്തയും മനസ്സും കൽബും റൂഹും എല്ലാം കേന്ദ്രീകരിച്ച് ആസ്വാദനത്തിന്റെ അനുഭവങ്ങളുടെ ലോകത്ത് വിഹരിക്കുന്ന ഒരു പരിശുദ്ധ മാസമാണിത്. അപ്പൊ സ്വർഗീയതയാണത്. അള്ളാഹുവിനെ ആസ്വദിക്കുന്നതിനേക്കാൾ മധുരം മറ്റെന്താ ആസ്വാദനത്തിനാണുള്ളത്? ആത്മതലം കൊണ്ട് അള്ളാഹുവിനെ പ്രണയിക്കുന്നതിനേക്കാളും ഒരു നല്ല സ്വർഗീയത ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ പരിശുദ്ധ റമളാൻ അള്ളാഹു തആല അതിനു വേണ്ടി പ്രത്യേക പദ്ധതികൾ പാസാക്കുകയും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പുണ്യങ്ങൾ കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത മാസമാണ്. അതിലൊരു രാവുണ്ട് 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു രാവിലേക്ക്, ലൈലത്തുൽ ഖദ്റിലേക്ക് നമ്മുടെ കൽബ് എത്തിച്ചേരുകയാണ് വേണ്ടത്. 1000 മാസങ്ങൾ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ നിർവഹിക്കുന്നതിനേക്കാളും വലിയ ഒരു അനുഭൂതിയും സന്തോഷവും ലഭിക്കുന്ന ഒരു ലൈലത്തുൽ ഖദ്റാണത്. ഇരിക്കട്ടെ, ഇന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പരിശുദ്ധ റമളാൻ ആകുമ്പോഴേക്ക് മതപ്രബോധകന്മാരുടെ, പ്രഭാഷകരുടെ ഒരു രീതിയുണ്ട്. എല്ലാ ഇബാദത്തുകളുടെയും പുറകിലുള്ള ന്യായങ്ങള്, കാരണങ്ങള്, അതിന് ഹിക്മത്തുകൾ എന്നാണ് പറയുക. എന്തിനാണ് അല്ലാഹു തആല അത് പരിശുദ്ധ ദീനിൽ നിയമനിർമ്മാണമായി കൽപ്പിച്ചത്? അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? അതിന് ഹിക്മത്ത് എന്ന് പറയും. അത് ലഭിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ദീനിനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിക്ക് ഒരു രസമുണ്ടാകും, ഒരു സുഖമുണ്ടാകും. കാരണം ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ
അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം അറിയുമ്പോൾ അന്വേഷണ തൃഷ്ണുവായ മനുഷ്യന്റെ ബുദ്ധിക്ക് സ്വാഭാവികമായും ഒരു ഉത്തരം കണ്ടെത്തിയതുപോലെയുള്ള ഒരു സുഖമുണ്ടാകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, നോമ്പിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, ഹജ്ജിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, ഇങ്ങനെ ഓരോ അമലുകളുടെയും പിന്നിലുള്ള രഹസ്യം പണ്ഡിതന്മാര് പറയാറുണ്ട്. അതുപോലെ ഹറാമായ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് നിഷിദ്ധമായി എന്നതിൻ്റെ ന്യായങ്ങൾ, ആ ഹിക്മത്തുകൾ പൊതുജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ചില അർദ്ധസത്യങ്ങളും പൂർണ്ണ സത്യങ്ങളും പല രീതിയിലും പലരും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അൽ ഹിക്മ അത് മുഅ്മിനായ ഒരാളുടെ കൽബിൽ വിരിയുന്ന തത്വജ്ഞാനമാണ്. യുഅ്തിൽ ഹിക്മത മയശാഉ. അതെല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് പറയാൻ കഴിയില്ല. പലരും പറയുന്നത് ഹിക്മത്താവുകയില്ല. ചില ഹിക്മത്തുകളൊക്കെ അനർഹരായ ആളുകൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ അത് മണ്ടത്തരമാണല്ലോ എന്ന് ബുദ്ധിമാന്മാർക്ക് നിരൂപണം വരും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് അൽ ഹിക്മത്ത് പറയാൻ അർഹതയുള്ളവർ അവർ പറയട്ടെ. അവരൊക്കെ എഴുതി വെച്ച ചിലതൊക്കെ നമുക്ക് അനുയോജ്യമാണ്, സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയാൽ അത് പഠിക്കാം. എന്നാൽ ഹിക്മത്തുകൾ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് പഠിക്കേണ്ട ഒരു ഹിക്മത്തുണ്ട്. അതെന്താണ്? നാം എല്ലാവരും വിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഉടമയായ യജമാനനായ അള്ളാഹുവിന് സമർപ്പണം നടത്തിയവരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. നമുക്കതെന്താണ്, എന്തിനാണ് എന്നറിയാതെ തന്നെ വിശ്വസിച്ച് അംഗീകരിക്കുക. അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, എന്തിനാണ് എന്ന് അറിഞ്ഞുകൂടാ, എന്താണ് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നും അറിഞ്ഞുകൂടാ. അൽ ഗൈബാണ്. ഈ അൽ ഗൈബിനെ ഗൈബായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് യജമാനനായ അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ വിധേയനായി അടിമയായി ഞാൻ സന്നദ്ധനാണ്. ഇവിടെയാണ് ഇബാദത്ത് എന്ന ഉബൂദിയ്യത്ത്, അബ്ദിയ്യത്ത്, അള്ളാഹുവിൻ്റെ ദാസ്യവേല, അള്ളാഹുവിൻ്റെ ദാസനാണ് ഞാൻ, അടിമയാണ് ഞാൻ. യജമാനൻ അള്ളാഹുവാണ്. യജമാനന്റെ അധികാരത്തിൽ കൈവയ്ക്കാൻ അടിമക്ക് കൈയില്ലല്ലോ, അധികാരമില്ലല്ലോ, അവകാശവുമില്ലല്ലോ. അത് എന്തിനാണ് യജമാനൻ കൽപ്പിച്ചത് എന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യവും അടിമക്കില്ലല്ലോ. അപ്പോഴ് കാര്യകാരണങ്ങളൊന്നും അറിയാതെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഹിക്മത്ത് മനസ്സിലാക്കാൻ മെനക്കെടാതെ അനുസരണ ബോധത്തോടെ സമർപ്പിക്കാൻ കഴിയുമോ? ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ നിർദ്ദേശം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ബോധോദയ ജ്ഞാനം ലഭിച്ചവരും പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പ് ലഭിച്ചവരുമായ മഹാന്മാർ അവരുടെ മുമ്പിലിരിക്കുന്ന സാധകർക്ക് സന്തോഷം തോന്നുന്ന, അവരുടെ ബുദ്ധിക്ക് രസം തോന്നുന്ന ചില ഇൽമുകളൊക്കെ കൊടുത്തേക്കും. അൽ ഹിക്മത്ത് അങ്ങനെ ലഭിച്ചാൽ അത് സ്വീകരിക്കാം, ഉൾക്കൊള്ളാം. ലഭിക്കുന്നത് ഒരു തൗഫീഖാണ്. ഏതൊരു ദൈവിക നിർദ്ദേശങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നത്, അതിൻ്റെ ഹിക്മത്ത് ലഭിക്കുന്നത് നിഅമത്താണ്. എന്നാൽ അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അറിയാത്ത ഹിക്മത്ത് നമ്മൾ ഉണ്ടാക്കരുത്. നമ്പർ 1, അത് മണ്ടത്തരമായി പോകുമോ എന്ന് നമ്മൾ എപ്പോഴും ഭയപ്പെടണം. ഹിക്മത്ത് അല്ലാഹു തആല നമുക്ക് തുറന്നു തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, സന്തോഷം. തുറന്നു തരാത്തതാണെങ്കിലോ, പരിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിലുമൊക്കെയുള്ള പല കാര്യങ്ങളും അത് ഹിക്മത്ത് അറിയാതെ എന്തിനാണ് എന്താണ് എന്ന് ഒരിക്കലും എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാതിരുന്നിട്ടും
അനുസരിക്കുന്നുണ്ടോ അവനാണ് അടിമ, അവനാണ് അബ്ദ്. ഇലാഹായ റബ്ബായ യജമാനന്റെ അടിമത്തത്തിൽ ആരൊക്കെയുണ്ട് എന്നറിയലാണ്, അഥവാ സാക്ഷ്യപ്പെടുത്തലാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഒരൊറ്റ ഉദാഹരണം എടുക്കാം. നായ നല്ല ഉപകാരമുള്ള, ബുദ്ധിയുള്ള, മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന ഒരു മൃഗമാണ്. എന്നാൽ ആ നായയുടെ മാംസം ഹറാമാണ്, തിന്നാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അൽ കൽബ്, നായ. അതിൻ്റെ മാംസം ഭക്ഷ്യയോഗ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ആടിൻ്റെ മാംസത്തിലും പോത്തിന്റെ മാംസത്തിലും ഇല്ലാത്ത എന്തെങ്കിലും അപകടകരമായ സംഭവങ്ങൾ നായയുടെ മാംസത്തിലുണ്ട് എന്ന് സമർത്ഥിക്കാൻ ശാസ്ത്രീയമായ അർദ്ധസത്യങ്ങളുടെ പിന്നിൽ പോകുന്നതിനേക്കാളും നല്ലതെന്താണ്? അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ യജമാനനായ റബ്ബിന്റെ ഒരു അടിമ മാത്രമാണ്. ഇതൊന്നുകൂടി മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഹുർരിമത്ത് അലൈക്കും എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് വലഹമൽ ഖിൻസീർ, പന്നിയുടെ മാംസം നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പന്നിയുടെ മാംസം രുചികരമായി വേവിച്ച് വളരെ ഗംഭീരമായി ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. പന്നിയുടെ മാംസത്തിന് പ്രത്യക്ഷത്തിൽ എന്താണ് കുഴപ്പം? മാംസളമായ നല്ല ഒരു ഭാഗമല്ലേ അത്. പക്ഷേ ഒറ്റ മറുപടിയേ ഉള്ളൂ, അല്ലാഹു തആല നിഷിദ്ധമാക്കിയ മാംസത്തിൽ, ഭക്ഷണങ്ങളിൽ പന്നി മാംസത്തെ ഹറാമാക്കിയിരിക്കുന്നു. ഇനി ഒരു ചോദ്യത്തിന്റെ ചുവടുവെപ്പ് പോലും ഒരു മുഅ്മിന് ഇല്ല, ഉണ്ടാവരുത്. ഇതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ചില ആളുകളെങ്കിലും, അല്പജ്ഞരായ ആളുകൾ, പന്നി മാംസം അള്ളാഹു ഹറാമാക്കിയത് എന്തുകൊണ്ട് എന്ന ചില കാരണങ്ങളെല്ലാം പറയും. ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അതിന്റെ അപകടം നമ്മൾ പറഞ്ഞാൽ തന്നെ ആടിന്റെ മാംസത്തിനും പോത്തിന്റെ മാംസത്തിനും അതേ കുഴപ്പമുണ്ടെന്നും അതേ സയൻസ് പറയുമ്പോൾ നമുക്ക് പന്നി മാംസം ഹറാമാണെന്ന് പറഞ്ഞ അതേ തത്വപ്രകാരം പോത്തിന്റെ മാംസവും ആടിന്റെ മാംസവും ഹറാമാക്കേണ്ടി വരും. ശരിയാണോ? നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമത്വം അത് പ്രഖ്യാപിക്കുകയും ഇസ്ലാം എന്ന തസ്ലീം, സമർപ്പണത്തിലേക്ക് ഒരു വിശ്വാസി ഉയരുകയും ചെയ്യുകയാണ് വേണ്ടത്. ഹിക്മത്ത് അറിയാനുള്ള അന്വേഷണ യാത്രയെക്കാളും നല്ലത് ഹിക്മത്ത് തുറന്നു കിട്ടുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാം. ഈ തത്വമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പന്നി മാംസം ഹറാമാണെങ്കിൽ സമീഅന വഅതഅന, അള്ളാഹുവിന്റെ മുമ്പിൽ അനുസരണത്തോടുകൂടി പറയുക. അതുപോലെ ഒരു വലിയ സംഭവമാണ് പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം. തിന്നാനും കുടിക്കാനും സൗകര്യമുള്ള നമ്മൾ, യഥേഷ്ടം അന്നപാനീയങ്ങൾ സുലഭമായ ഇക്കാലത്ത്, വിശപ്പും ദാഹവുമുള്ള മനുഷ്യൻ എന്തിനാണ് പകൽ സമയത്തുടനീളം 12 മണിക്കൂർ ദീർഘമായി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇതാര് പറഞ്ഞതാണ് എന്ന് അന്വേഷിക്കലാണ്. ഈ നിർദ്ദേശം ആരുടെ ഭാഗത്ത് നിന്നാണ്? അള്ളാഹുവാണ് പറഞ്ഞത്, യജമാനൻ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു. കഴിഞ്ഞു. അതോടുകൂടി വിശ്വാസികൾ, നിങ്ങൾക്ക് അല്ലാഹു തആല അസ്സിയാം നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആരോഗ്യവാന്മാരായി തീരാൻ എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് രോഗവിമുക്തി ഉണ്ടാകാൻ എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ശാരീരിക കപ്പാസിറ്റി വർദ്ധിക്കാൻ എന്നല്ല പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളവരായി തീരാനാണ്. തഖ്വ ഉള്ളവരായി തീരുന്നത് എപ്പോഴാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ
അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ എന്തിന്, ഏതിന്, എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പോലും ചിന്തിക്കാതെ അനുസരിച്ചാൽ മതി. അപ്പൊ നോമ്പിന്റെ കാര്യത്തിലും നമ്മൾ അതേ ചെയ്യേണ്ടു. ഒരു വിശ്വാസിയുടെ വിശ്വാസഭാഗം അതാണ്. എന്നാലും ചിലര് അടങ്ങിയിരിക്കൂല. അവരോരോ ഹിക്മത്തുകൾ വെറുതെ പറയും. ബോധവാന്മാരായ അറിവാളന്മാര് ചില ഹിക്മത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമാന്മാരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടും. നമ്മൾ ചിലതൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞാലോ? ഉദാഹരണത്തിന് നമ്മുടെ ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു, പള്ളി മെഹ്റാബുകളിൽ നിന്ന് റമദാൻ ആയാൽ മുഴങ്ങും, നോമ്പ് ഫർളാണ്, 30 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. എന്തിനാണ്? പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ വിലയും നിലയും പണക്കാരായ ആളുകൾക്ക് അനുഭവത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് പട്ടിണി കിടന്ന് നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹു പറഞ്ഞത്. ഇത് പല ഭാഷയിൽ നമ്മുടെ നാട്ടിലും മുഴങ്ങാറില്ലേ? നമ്മൾ എത്രയോ കേട്ടതല്ലേ? പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ വില മുതലാളിമാർക്ക് മനസ്സിലാക്കാനാണ്. അതെങ്ങാൻ നാം തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു ശ്രോതാവ് തിരിച്ചു ചോദിക്കും. പള്ളികളിൽ നിന്ന് അത്തരം മറുചോദ്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ബോധവാന്മാരായ വിശ്വാസികളുടെ ഉള്ളുകളിൽ, മനസ്സകങ്ങളിൽ 1000 ചോദ്യങ്ങൾ മുനയമ്പുകളായി ഉയരുന്നുണ്ട്. അത് പുറത്തേക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുന്ന പല വിശ്വാസികളും ഈ ക്രൂരമായ ചോദ്യങ്ങളുടെ മുനയമ്പുകൾ സ്വന്തം ആത്മതലത്തിൽ തറച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് നിരാകരണത്തിലേക്ക് പോവുകയാണ്. ഇത് നാം അറിയണം. ഇവിടെ ഒരു ചോദ്യം വരില്ലേ? സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ പട്ടിണി പാവങ്ങൾ നോമ്പ് നോൽക്കേണ്ട ആവശ്യം എന്താണ്? പട്ടിണിയുടെ അനുഭവം അറിഞ്ഞവരാണ്. എല്ലാ ദിവസവും അവരാഹാരം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ കോടിക്കണക്കിനുണ്ട് ലോകത്ത്. അവരിപ്പോ റമദാൻ മാസത്തിൽ ഇതാണ് അള്ളാഹു തആല ലക്ഷ്യമാക്കിയതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എങ്കിൽ പിന്നെ എന്തിനാ പാവങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് തിരിച്ചൊരു ചോദ്യം വരൂലേ? പാവങ്ങളും നോൽക്കണമല്ലോ, പണക്കാരും നോൽക്കണമല്ലോ. അപ്പൊ വിശപ്പിന്റെ അനുഭവം, വേദന മുതലാളിമാരറിയാനാണ് നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം വരും. നമ്മൾ സത്യവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുന്ന പോയിന്റുകൾ ഉള്ള വിശ്വാസവും കൂടി ചോദ്യചിഹ്നങ്ങളുടെ ദുഷ്ടമായ ബന്ധനങ്ങളിലേക്ക് കുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഹിക്മത്ത് പറയാൻ. അവിടെയൊന്നും ഹിക്മത്ത് ഈ പറഞ്ഞത് ഒരിക്കലും ആകാനിടയില്ല. കാരണം പണക്കാരോടും പാവങ്ങളോടും ഒക്കെയാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 30 ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന കൽപ്പനയുമായി മദീനയിൽ വന്നപ്പോൾ പട്ടിണി പാവങ്ങളായിരുന്നു അവരൊക്കെ. ഭൂരിഭാഗവും മുതലാളിമാരും ഉണ്ടായിരുന്നു. ഇരുവിഭാഗവും നോമ്പ് നോറ്റു. ഇവിടെ മുതലാളിമാര് നോറ്റാ മതി, പാവങ്ങൾക്ക് പട്ടിണിയുടെ വേദന നേരത്തെ അറിഞ്ഞതുകൊണ്ട് ആവശ്യമില്ല എന്ന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടോ ഇസ്ലാമിൽ? ഇപ്പൊ നമ്മൾ ഹിക്മത്തുകൾ അന്വേഷിക്കാനല്ല, പിന്നിലുള്ള രഹസ്യം പഠിക്കലല്ല, എന്തിന് എന്നുള്ള ചോദ്യമല്ല ഒരു വിശ്വാസിയുടെ പ്രധാനമായ വിശ്വാസത്തിന്റെ അടിത്തറ. ഈ ഒരു പാഠമാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതിന്റെ നല്ലൊരു ഉദാഹരണമാണ് പരിശുദ്ധ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞാണ് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും നമസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഫഅൈനമാ കുൻതും ഫവല്ലു വുജൂഹക്കും ഷത്റഹു. പരിശുദ്ധ കഅബാലയത്തിന്റെ നേർക്കാണ്. ഇതാണ് ഖിബ്ല. എന്നാൽ ചരിത്രപരമായി നാം ഒന്ന് ചിന്തിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ വന്നു, നിസ്കാരം പഠിപ്പിച്ചു. ആദ്യമായി ഫർളായ 5 നിസ്കാരം ഇല്ലെങ്കിലും നിസ്കാരം ഉണ്ടായിരുന്നല്ലോ. പിന്നീടാണ് ഫർള് നമസ്കാരങ്ങൾ വന്നത്. ഈ സമയത്തൊക്കെ തിരുനബിയുടെ ഖിബ്ല ഏതായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബ ഷരീഫ് പരിശുദ്ധ മക്കയിലുണ്ട്. തിരുനബിയുടെ സംബോധിതരായ ഖുറൈശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഭക്തി ആദരപൂർവം കാണുന്ന ദേവാലയമാണ് കഅബ മന്ദിരം. എന്നിട്ടും
അൽ ഖിബ്ലത്തുൽ ഊലാ ലിൽ മുസ്ലിമീൻ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, മസ്ജിദുൽ അഖ്സയായിരുന്നു. ഇത് മക്കയിൽ നിന്നും അപ്രകാരം തന്നെയായിരുന്നു, മദീനയിലും അപ്രകാരമായിരുന്നു തുടക്കത്തിൽ. പക്ഷെ മക്കയിൽ കഅബ ഷരീഫിന്റെ നേർക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയെ ഖിബിലയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമീകരിക്കുമായിരുന്നു. അതിന് മക്കയിൽ വെച്ച് കഅബ പരിസരത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ മദീനയിലെത്തിയാൽ അത് സാധ്യമല്ല. കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബിലയാക്കി നിസ്കരിക്കുന്ന ഒരാൾക്ക് കഅബ ഷരീഫ് മക്കയിലുള്ളത് നേരെ എതിർദിശയിലാണ് വരിക. അത് രണ്ടും കൂടി സമന്വയിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം മദീനയിൽ വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിക്കുന്നത് കണ്ട ആളുകൾ മദീനയിൽ വെച്ചാണ് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഖിബില നിർദ്ദേശമുണ്ടായത് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് പ്രാമാണികമായും ചരിത്രപരമായും ശരിയല്ല. എന്നാലും പറയട്ടെ, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത് നിസ്കരിച്ചത്. സ്വഹാബിമാര് അതിനെ പിന്തുടരുകയാണ് ചെയ്തത്. മദീനയിൽ തുടക്കത്തിൽ തന്നെ ഇസ്ലാം എത്തി, അവരും ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് നിസ്കരിച്ചത്. ആവട്ടെ, ഇവിടെ നമ്മൾ ആലോചിക്കുക, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കഅബ, മക്കയിലെ ഖുറൈശികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവാലയം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പ ഉപ്പാപ്പമാർക്കെല്ലാം ആദരവുള്ള കേന്ദ്രം, മക്കയിലെ സംബോധിതരായ ഖുറൈശികൾക്ക് ഇത്ര പ്രിയപ്പെട്ട ഒരു ദേവാലയം ഇല്ല. എന്നിട്ടും ആ ദേവാലയത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൻ്റെ മറുഭാഗമായ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. മദീനയിൽ ഏതായാലും എല്ലാവർക്കും അറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് നമസ്കരിച്ചത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കേന്ദ്രമാക്കിക്കൊണ്ടാണ്. ഇതെന്തിനായിരുന്നു? ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്തായിരുന്നു? അന്വേഷിക്കാൻ പോയാൽ, നമ്മുടെ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായാൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. എത്രയോ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നു, മക്കയിലെ സംബോധിതർ ഖുറൈശികൾ അവർക്ക് പ്രശ്നമില്ല, അവര് കണ്ടത് കഅബ ഷരീഫിലേക്ക് നിമിത്തങ്ങൾ നിസ്കരിക്കുന്നതായിട്ടാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചും അവിടുത്തെ ഖിബിലയായി സ്വീകരിച്ചത് മസ്ജിദുൽ അഖ്സ തന്നെയായിരുന്നു. എന്നാ മദീനയിൽ നിന്ന് ഏതായാലും കാര്യം വ്യക്തമായി, മസ്ജിദുൽ അഖ്സയിലേക്കാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന് ചിലർ എഴുതി വെച്ചത് എന്താണ്? മദീനയിലെ ജൂതന്മാരുടെ മാനസികാവസ്ഥയെ പരിഗണിച്ച് അവരെ ഇസ്ലാമിലേക്ക് വേഗം പരിവർത്തിപ്പിക്കാൻ, അവർക്ക് നബിയോട് ഇസ്ലാമിനോട് ഒരു അനുകൂല ഭാവമുണ്ടാകാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. എത്രയോ പുസ്തകങ്ങളിൽ ഇത് കാണുന്നുണ്ട്. അബദ്ധത്തിന്റെ ലോകാവസാനമല്ലേ അത്? എന്തുകൊണ്ട്? ജൂതന്മാരായ ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഖിബിലയെ മാറ്റുകയോ? അള്ളാഹുവിന്റെ ദീനല്ലേ ഇത്? 4 ജൂതന്മാരുടെ സംപ്രീതിക്ക് വേണ്ടിയാണോ ഖിബിലയെ നിർണയം നടത്തേണ്ടത്? ചോദ്യം 1. 2, അങ്ങനെയാണെങ്കിൽ മക്കയിൽ നിന്നല്ലേ ഇത് കൂടുതൽ ന്യായം? മക്കയിലെ ഖുറൈശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഅബയിലേക്കല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയേണ്ടിയിരുന്നത്? അന്നും മസ്ജിദുൽ അഖ്സയിലേക്കാണല്ലോ തിരിഞ്ഞത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഅബ ദേവാലയത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ അത്? ഇവിടെ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ സമർപ്പണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർ ആരൊക്കെയുണ്ട്? തിരുനബിയെ പൂർണ്ണമായി വരിച്ചവർ. ഇതറിയാൻ വേണ്ടി അല്ലാഹു തആല, ഇത് സാക്ഷ്യമാകാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കൂടെയുള്ളവർക്കുമൊക്കെ അറിയാൻ കഴിയണം. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ആദർശമാണ്, ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. ഇത് ആരെയും അനുകരിച്ചുകൊണ്ടുള്ളതല്ല, ഇത് യജമാനനായ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ഖുർആൻ അതിന്റെ കാര്യം പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൽപ്പിക്കുന്നത് അതിൻ്റെ കൂടെ പരിപൂർണമായി പിന്തുടരാൻ ആർക്കെല്ലാം സാധിക്കുമെന്ന് സാക്ഷ്യബോധ്യത്തോടുകൂടി
എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് അള്ളാഹു തആല അത്തരമൊരു കാര്യം ചെയ്തത്. അവിടെ കഅബ ഷരീഫിന് ഇല്ലാത്ത മഹത്വം അന്ന് ബൈത്തുൽ മുഖദ്ദസിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒന്നും ശരിയല്ലല്ലോ. അപ്പോഴ് ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോഴ് ഒരു ശഅബാ മാസത്തിലെ 15-ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കിടയിൽ അസർ നമസ്കരിക്കുന്നതിനിടയിൽ പെട്ടെന്നല്ലേ കഅബ ദിശ മാറിയത്. മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന തിരുനബിയും കൂടെ അവിടുത്തെ അനുയായികളും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അള്ളാഹു പറഞ്ഞു, അവരത് സ്വീകരിച്ചു. എന്നല്ല, സ്വഹാബിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനോ ആലോചനകൾ നടത്താനോ സംശയങ്ങൾ ചോദിക്കാൻ വരെ അവസരം കൊടുത്തില്ല. കാരണം 2 റക്അത്ത് ആദ്യം നമസ്കരിക്കുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. റസൂലുള്ളാഹിയാണ് ഇമാമ്. 2 കഴിഞ്ഞ ഉടനെ തന്നെ 4 റക്അത്തുള്ള അസ്ർ നിസ്കാരത്തിൽ റസൂലുള്ള കഅബയിലേക്ക് തിരിയുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു. റസൂലുള്ളാഹി ചോദ്യം ചെയ്യുന്നില്ല, സ്വഹാബത്ത് ചോദ്യം ചെയ്യുന്നില്ല, എന്തിനാണ് ഈ മാറ്റമെന്ന് അന്വേഷിക്കുന്നില്ല. കഅബയല്ലേ മസ്ജിദുൽ അഖ്സയേക്കാൾ വലുത് എന്നോ, മസ്ജിദുൽ അഖ്സയല്ലേ ഫലസ്തീനിലെ പുരോഗതിയുള്ള സംസ്കാരത്തിന്റെ ഈറ്റില്ലമെന്നോ ഒന്നും ചോദിക്കാനും പറയാനും അവസരം പോലും നൽകിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ ആവശ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ ഉണ്ടായിരുന്നില്ല. അള്ളാഹു പറഞ്ഞു, അവരതനുസരിച്ചു. ഖിബ്ലയുടെ കാര്യത്തിൽ പോലും അവരുടെ പരിചിതമായ അറിവിനെതിരായ, യുക്തിക്കെതിരായ, അനുഭവത്തിനെതിരായ ഒരു നിർദ്ദേശമാണ് അല്ലാഹു തആല നബി തങ്ങൾക്കും വിശ്വാസികൾക്കും നൽകിയതെങ്കിൽ ഈ പാഠമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, അനുവാചകന്മാർ ഇപ്പോൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ അനുസരിക്കുക. നോമ്പ് നോൽക്കാൻ പറഞ്ഞാൽ നോമ്പ് നോൽക്കുക, പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുക. നിങ്ങൾക്ക് മത്സ്യം കഴിക്കാം, സാധാരണഗതിയിൽ ഇന്ന മാംസങ്ങൾ കഴിക്കാം, ഓക്കെ കഴിക്കാം. അതേസമയത്ത് പന്നി മാംസം പാടില്ല. പട്ടിയുടെ മാംസം കഴിക്കാൻ പാടില്ല. സമഅന വ അതഅന. ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സത്യവിശ്വാസത്തെ, സമർപ്പണത്തിലേക്ക് നാം ഉറപ്പിച്ചു നിർത്തിയാൽ നമ്മുടെ ഈമാനിന് വസന്തമുണ്ടാകും, സുഗന്ധമുണ്ടാകും. അതല്ല, കാരണങ്ങളുടെ പിന്നാലെ അന്വേഷിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു തരുന്ന ഹിക്മത്തുകൾ ചില അല്പബുദ്ധിമാന്മാർക്ക് തൃപ്തിയാകുമെങ്കിലും കൂലങ്കഷമായി ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരെ സംശയത്തിലെത്തും. അവർ വീണ്ടും സംശയത്തിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ പലതുമാണ്. വ്രതാനുഷ്ഠാനം കൊണ്ടുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ സംസ്കരണങ്ങളും ആരോഗ്യ സഹായങ്ങളും എമ്പാടും ഉണ്ട്. അതില്ലെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അതിനുവേണ്ടി ആവരുത് നമ്മുടെ കർമ്മങ്ങൾ. ഉദാഹരണത്തിന് ഭക്ഷണ ക്രമീകരണം. ഇതാണ് ഇന്നത്തെ ആരോഗ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ആഹാരം അധികരിച്ചു പോകുന്നതാണ് രോഗങ്ങളുടെ മുഴുവൻ ഹേതു. വഇദ്ഖാലു തആമി അല തആമി. ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ച് അത് ദഹിക്കുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണം കഴിക്കുക. ഏതൊരു ഭക്ഷണവും കഴിച്ച് വിശപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണം കയറി ചെന്നാൽ അത് ആമാശയത്തിന്, ദഹനേന്ദ്രിയങ്ങൾക്ക് ഗുണം ചെയ്യില്ല. രോഗങ്ങളുടെ മുഖ്യ ഹേതുവാണ്. പക്ഷെ അതൊക്കെയാണോ നോമ്പിന്റെ പിന്നിലുള്ള കാരണം? അടിസ്ഥാനം അതാണെന്ന് പറയരുത്. എന്നാലോ ശാരീരികമായ സുഖം അതുകൊണ്ട് ലഭിക്കുന്നവർക്ക് ആസ്വദിക്കാം. ശാരീരികമായി നോമ്പ് കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുമുണ്ടല്ലോ. അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ആഫിയത്ത്, സാവകാശവും സ്വാഭാവികതയും ഉണ്ടെങ്കിൽ അവർ നോമ്പ് നോൽക്കണം. ചുരുക്കത്തിൽ ഹിക്മത്ത് നാം ആലോചിക്കാതെ, എല്ലാം അങ്ങനെയാണ്. ഇന്ന് ഇസ്ലാമും ശാസ്ത്രവും എന്ന രീതിയിലുള്ള ഒരു വിവരണമുണ്ട്. ശാസ്ത്രവും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവില്ല, ഇസ്ലാമിനെയും നല്ലപോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരാണ് ഇത് കൊട്ടിഘോഷിക്കുന്നത്. നിസ്കാരം ഏറ്റവും നല്ല ഏകാന്തതക്കുള്ള, ഏകാഗ്രതക്കുള്ള യോഗയാണ്, മെഡിറ്റേഷനാണ്. നിസ്കാരത്തിൽ വല്ലാത്ത മാനസിക ആശ്വാസം കിട്ടും. അങ്ങനെ യോഗയോടും മെഡിറ്റേഷനോടും കടപിടിച്ചുകൊണ്ട്
ഒപ്പിച്ചെടുത്തുകൊണ്ട് നിസ്കാരത്തെ പഠിപ്പിച്ചാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന അടിസ്ഥാന ഗുണത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകും. ഏത് കാര്യവും നമ്മൾ ബ്രഷ് ചെയ്യുന്നു, ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ്. അതുകൊണ്ട് ആരോഗ്യകരമായ കുറെ ഗുണമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാമല്ലോ. നമ്മുടെ ദന്തശുചിത്വം, വായിനകത്തുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാം. അത് സ്വാഭാവികമായും ദഹന പ്രക്രിയയെ സുഗമമാക്കും. അത് പലപ്പോഴും ആരോഗ്യകരമായ നല്ല ഗുണമുണ്ടാക്കും. നമ്മുടെ വായ നാറ്റം ഒഴിവായി കിട്ടും. അതൊക്കെ നമുക്ക് അനുഭവിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ പേരിലാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. അവിടുന്ന് ശരിയായി മിസ്വാക്ക് ചെയ്യുന്നതിനെ സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈ ഒരു നിയ്യത്തില്ലെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തനുസരിച്ചാണ്. എന്റെ വായനാറ്റം ഒഴിവാകാനാണ് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തിൽ ഒതുങ്ങിപ്പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ലഭിക്കുകയില്ല. അപ്പോൾ നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, ചെറിയതും വലുതുമാകട്ടെ, സുന്നത്തും ഫർളുമാകട്ടെ, ഹിക്മത്തുകളുടെ പിന്നാലെ പോകാതിരിക്കുക. എന്നാലോ ചില ഹിക്മത്തുകൾ ജ്ഞാനികളായ മഹാന്മാരിലൂടെ നമുക്ക് ലഭിക്കും. അത് തികച്ചും സുചിന്തിതമായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പഠിക്കാം. ഒരു മഹാഗുരു പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മികമായി നോമ്പ് നോൽക്കുന്നതിൻ്റെ ഒരു വലിയ കാര്യം എന്താണത്? വല്ലാഹു ഖദ് കതബ സിയാമ ബിഫദ്ലിഹി കൈ ലാ യളീഖ റൂഹു ബിൽ അബ്ദാനി. കരുണാവാരിധിയായ അള്ളാഹു അവന്റെ ദയാവായ്പ് കൊണ്ടാണ് അടിമകൾക്ക് അസ്വിയാം ഫർളായി നിശ്ചയിച്ചത്. അള്ളാഹു അവന്റെ ഫദ്ലു കൊണ്ട് തന്ന ഒരു സമ്മാനമാണ്. വല്ലാഹു ഖദ് കതബ സിയാമ ബിഫദ്ലിഹി. അതിന്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കൈ ലാ യളീഖ റൂഹു ബിൽ അബ്ദാനി, ശരീരത്തിന്റെ ഭാരം കൊണ്ട് ആത്മസഞ്ചാരത്തിന് തടസ്സം വരാതിരിക്കാൻ. കൈ ലാ യളീഖ റൂഹ്, റൂഹ് കുടുങ്ങിപ്പോവുകയാണ്, കുടുസായി പോവുകയാണ്. ബിൽ അബ്ദാനി, ശാരീരികമായ പ്രത്യേകമായ ദണ്ട് കൊണ്ട്, ശാരീരികമായ ഭാരം കൊണ്ട്. അപ്പൊ ശരീരത്തിനെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി അർവാഹുകൾക്ക് സുഗന്ധമുണ്ടാകാൻ, പരിപാലനം ലഭിക്കുവാൻ, സംസ്കരണമുണ്ടാകുവാൻ ശരീരത്തിനെ വളർത്തുകയാണ് നോമ്പിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹിക്മത്തുകൾ ബോധവാന്മാരായ ആളുകൾ പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാം. അൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് പല അമലുകളുടെയും പിന്നിലുള്ള അൽ ഹിക്മത്തുകളുടെ സൂത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ബുദ്ധിപരമായിരിക്കും, അത് ബുദ്ധിമാന്മാർക്കിടയിലും തൃപ്തികരമായിരിക്കും. ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കാൻ മെനക്കെടാതെ ഉള്ളതിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കൽപ്പനകൾ അതെന്നും നമുക്ക് നന്മയുള്ളതാണ്. ശാസ്ത്രീയമായും ആരോഗ്യപരമായും നന്മയില്ലാത്ത ഒരു നിർദ്ദേശവും കൽപ്പനയും ഇസ്ലാമിൽ ഉണ്ടാവില്ല. അപകടമുള്ളതോ വിഷമമുള്ളതോ ആണ് അല്ലാഹു തആല അവന്റെ കൃപ കൊണ്ട് അടിമകൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പരിശുദ്ധ നോമ്പും റമദാനുമൊക്കെ അനുസരണശാലികളായി തീരാനുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളവരായി സമർപ്പണമുള്ളവരായി തീരാനാണ്. അല്ലാഹുമ്മ ആമീൻ. ആ വഴിയിലൂടെ അള്ളാഹുവിനെ കാര്യകാരണങ്ങളുടെ അവസ്ഥകൾ പഠിക്കാതെ അന്വേഷിക്കാതെ അനുസരിക്കുന്ന മുസ്ലിമീൻ എന്ന സമർപ്പണശാലികളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.